അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്കെടുക്കാനുള്ള ചാപ്റ്റർ നിങ്ങളുടെ ഗുൽസാറ ഉറുദുവിലെ മാരിഫ ഓർ നക്കിറ, മാരിഫയെയും നക്കിറയെയും കുറിച്ച് പഠിക്കാനുള്ള പാഠമാണ്. മാരിഫ നക്കിറ അറബിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മാരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു വസ്തു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് പറയപ്പെടുന്ന ഒരു വസ്തു, അതിനാണ് എന്താ പറയുക? മാരിഫ. നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയപ്പെടാത്തൊരു വസ്തുവാണ്. അറിയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കോളേജ് എന്ന് പറഞ്ഞു. കോളേജ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ പറച്ചിലിൽ ലോകത്തുള്ള ഏത് കോളേജ് നമുക്ക് ഉദ്ദേശിക്കാം. ലോകത്തുള്ള ഏത് കോളേജ് എന്താക്കാം നമുക്ക് ഉദ്ദേശിക്കാം അല്ലേ? കോളേജ് എന്ന് പറഞ്ഞാൽ. ഇനി നഹ്ജുർ റഷാദ് എന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നഹ്ജുർ റഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഉദ്ദേശിക്കൽ? തൃശ്ശൂർ ജില്ലയിലെ ചാമക്കാലയിലുള്ള ആ കോളേജ്. അപ്പം കോളേജ് എന്ന് മുത്തലക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നക്കിറ. അത് അറിയപ്പെടാത്ത ഒന്നാണ്. അറിയപ്പെടാത്തതെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു വസ്തുവിനോ ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒന്നും അറിയപ്പെടാത്ത ഒന്നാണ്. മറിച്ച് മൊത്തത്തിലാണ് പറഞ്ഞത് കോളേജ് എന്നുള്ളത്. മാരിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അതൊക്കെ ഉദ്ദേശിക്കപ്പെടുന്ന എന്താ പറയുക? മാരിഫ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? മാരിഫ നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. മാരിഫ और नकीरा मायने के लिहाज से इसम की दो किस्में हैं मारिफा नकीरा. ഒരു ലഫ്ലിൻ്റെ അർത്ഥം നോക്കിയിട്ട് മാനേക്കെ ലിഹാസ് അർത്ഥത്തിലൂടെ ഇസ്മുക്കി ദോ കിസ്മ ഹൈ, ഇസ്മിന് രണ്ട് കിസ്മുകളുണ്ട്, രണ്ട് ഇനങ്ങളുണ്ട് ഇസ്മിന്. ഏതൊക്കെയാണത്? ഒന്ന് മാരിഫയും മറ്റേത് നക്കിറയും. ഓക്കെ, മാരിഫയുടെ ഉദാഹരണമാണ് പറയുന്നത്. ഖുർആൻ അല്ലാഹ് ക കലാം ഹെ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നു. അപ്പം ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്തത്? ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമാണെന്ന് എന്തായി നമുക്ക് മനസ്സിലായി ഇല്ലേ? അപ്പം അതിൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവില്ലേ ഏത് ഖുർആനെന്നൊന്നും. ഖുർആൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അള്ളാഹുവിൻ്റെ കലാമാണത്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന നബിക്ക് അയച്ചു കൊടുത്താന്നുള്ള ആ ഖുർആൻ എന്താ ഉള്ളൂ നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ. ഖുർആൻ എന്ന് പറയുമ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നു എന്ന് പറയുമ്പോൾ ഖുർആൻ എന്താ, ഖുർആൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അടുത്ത ഉദാഹരണം, മുംബൈ ഏക് മഷ്ഹൂർ ഷഹർ ഹെ, മുംബൈ ഒരു പ്രസിദ്ധമായിട്ടുള്ള പട്ടണമാകുന്നു. അപ്പോൾ മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി മഹാരാഷ്ട്രയിലുള്ള ഒരു വലിയ പട്ടണമാണ് മുംബൈ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ഇതാണെന്ത്? മാരിഫ. ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പേര് പറയുമ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഫിക്സഡായിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒരു സ്ഥലത്തേക്ക് അതിന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണെന്ത്? മാരിഫ എന്ന് പറയാം. ഇനി നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വസ്തു അങ്ങനെ ഉദ്ദേശിക്കില്ല. മറിച്ച് ജനറലായിട്ട് ആമായിട്ടായിരിക്കും എന്താവുക അതിൽ ഉദ്ദേശിക്കപ്പെടുക. ഓക്കെ, ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ കിതാബ് ഏക് സച്ചാ ദോസ്ത് ഹെ, പുസ്തകം ഒരു നല്ല കൂട്ടുകാരനാകുന്നു. അപ്പം കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലോകത്തുള്ള ഏത് പുസ്തകവും അതിൽ ഉദ്ദേശിക്കാം അല്ലേ? കിതാബ് ഏക് സച്ചാ ദോസ്ത് ഹെ, ലോകത്തുള്ള ഏത് പുസ്തകവും എന്താണ്? ഒരു നല്ല കൂട്ടുകാരനാണ് എന്താക്കാം നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ അവിടെ ഏതെങ്കിലും പ്രത്യേക കിതാബിനെയോ അല്ലെങ്കിൽ ഒന്നും പ്രത്യേകമായിട്ട് എന്തായില്ല പറയുന്ന ഒരു മനസ്സിലാക്കി തരുന്ന ഒരു അർത്ഥം അതിലില്ല നക്കിറായിട്ട് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി ബുഡിയ കംസൂർ ഹെ, വൃദ്ധ ബലഹീനയാണ്. വൃദ്ധ ബലഹീനയാണ് എന്നാണ് ബുഡിയ കംസൂർ ഹെ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം ലോകത്തുള്ള ഏത് വൃദ്ധയും ബലഹീനയാണ് എന്താക്കാൻ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പം പ്രത്യേക ഒരു വൃദ്ധയെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, മൊത്തത്തിൽ ജനറലായിട്ട് ആമായിട്ട് പറഞ്ഞതാണ്. അപ്പം മാരിഫ നക്കിറ മനസ്സിലായില്ലേ? മാരിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെയോ ഒരു വസ്തുവിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്ത് പറയുക? മാരിഫ എന്ന് പറയാം. നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകമല്ലാത്ത സ്ഥലമോ ആളോ അല്ലെങ്കിൽ വസ്തു അതൊക്കെ ജനറലായി പറയുന്നതിനാണ് അങ്ങനത്തെ ഇസ്മുകൾക്കാണ് എന്ത് പറയുക? നക്കിറ എന്ന് പറയാം. ഓക്കെ,
ഇതിൻ്റെ കായിക ശ്രദ്ധിക്കുക. ഇസ്മ മാരിഫ वो इस्म है जो किसी ख़ास चीज़ കോമ ജഗ യാ ഇൻസാൻ കാ നാം ഹോ. മാരിഫ എന്ന് പറഞ്ഞാൽ ഇസ്മ മാരിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോ ഇസ്മ ഹെ ആ ഇസ്മാകുന്നു. അങ്ങനത്തെ ഇസ്മ ജോ കിസി ഖാസ് ചീസ് ഏതെങ്കിലും പ്രത്യേക വസ്തു അല്ലെങ്കിൽ ജഗ ഏതെങ്കിലും പ്രത്യേക സ്ഥലം യാ ഇൻസാൻ കെ നാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേര് ഹോ അതൊക്കെയാണ് എന്ത് പറയുക മാരിഫ എന്ന് പറയുക. അവൻ പ്രത്യേക സ്ഥലമോ അല്ലെങ്കിൽ പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ പ്രത്യേക ഒരാളുടെ പേരൊക്കെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും മാരിഫ എന്ന് പറയും. ഓക്കെ. ഇനി ഇസ്മ നക്കിറ നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോ ഇസ്മഹെ ഒരു ഇസ്മാകുന്നു ജോ കിസി ആം ചീസ് ജഗ യാ ഷഖ്സക്കെ നാം ഹോ ഏതെങ്കിലും ആമായിട്ടുള്ളൊരു വസ്തു ആമായിട്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകം പരാമർശിക്കാത്ത ഏതെങ്കിലുമൊക്കെ ഒരു വസ്തു. ഇപ്പം പുസ്തകം എന്ന് പറഞ്ഞു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പുസ്തകം നമുക്ക് എന്താക്കാം അതിലൂടെ ഉദ്ദേശിച്ചെടുക്കാം. കിസി ആം ചീസ് ഏതെങ്കിലും ആമായിട്ടുള്ള വസ്തു ജഗ അല്ലെങ്കിൽ ആമായിട്ടുള്ളൊരു സ്ഥലം യാ ഷഖ്സ് അല്ലെങ്കിൽ ഒരു ആമായിട്ടുള്ളൊരു ഷഖ്സൊക്കെ നാം ഹോ. ഉദാഹരണത്തിന് ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തുള്ള ഏത് മനുഷ്യനെയും ഉദ്ദേശിക്കാം. അതാണ് ആമായിട്ടുള്ള ഷഖ്സ് എന്ന് പറഞ്ഞ്. ഇനിയിപ്പോൾ ഒരു മനുഷ്യൻ്റെ പേര് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു സെയ്ദ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ മനസ്സിലായത് അത് ഇന്നൊരാളുടെ പേരാണെന്ന് മനസ്സിലായി. അപ്പോൾ അയാളെന്തായി മാരിഫയായി. മറിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നക്കിറയാണ്. അതുകൊണ്ട് ലോകത്തുള്ള ഏത് മനുഷ്യനെയും നമുക്ക് എന്താക്കാം ഉദ്ദേശിക്കാൻ പറ്റും. ഓക്കെ. ഇസ്മു നക്കിറ ഓ ഇസ്മ ഇസ്മു നക്കിറ എന്ന് പറഞ്ഞാൽ ആ ഇസ്മാകുന്നു അത്തരത്തിലുള്ള ഇസ്മാകുന്നു ഇത്തരത്തിലുള്ള ജോ കിസി ആം ചീസ് ജഗ യാ ഷഖ്സ് കെ നാം ഹോ ഏതെങ്കിലും ആമായിട്ടുള്ള വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ ഇസ്മായിട്ടുള്ള നാമായിട്ടുള്ള ഇസ്മിനാണ് എന്ത് പറയുക നക്കിറ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ക്ലിയർ അല്ലേ? വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇത് എക്സസൈസുകൾ മഷ്ക് मुंतज़ा झैल फ़िक्रे से इसम मारिफ़ा और इसम नकिरा को अलग करके लिखिए. താഴെ ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ മാരിഫയെയും നക്കിറയെയും എന്താക്കണം വേർതിരിച്ച് എഴുതണം. ഓക്കെ. അപ്പം ഇത് നമുക്ക് എന്താക്കാം ഇവിടെ നിന്ന് തന്നെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ हज़रत बख्तियार खाकी को जब अपने मुर्शिद ख्वाजा अजमेरी के हिंदुस्तान पहुंचने की इत्तला मिली तो वो भी हिंदुस्तान के लिए रवाना हो गए. हज़रत बख्तियार काकी എന്നറിയില്ല വലിയൊരു മഹാനാണത്. അപ്പം ഹസരത്ത് ബഖ്തിയാർ കാക്കി എന്ന മഹാന് ബഖ്തിയാർ കാക്കിക്കോ അവർക്ക് ജബ് അപ്പനെ മുർഷിദ് ഖ്വാജ അജ്മീരി കെ ഹിന്ദുസ്ഥാൻ പहुंचने की इत्तला मिली तो वो भी हिंदुस्तान के लिए रवाना हो गए. അപ്പം ഹസരത്ത് ബഖ്തിയാർ കാക്കി എന്ന മഹാന് തൻ്റെ ഉസ്താദായിട്ടുള്ള തൻ്റെ മുർഷിദായിട്ടുള്ള തൻ്റെ ഗുരുവായിട്ടുള്ള അജ്മീർ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്തായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹസരത്ത് ബഖ്തിയാർ കാക്കി എന്ന മഹാന് അപ്നെ മുർഷിദ് തൻ്റെ ഗുരുവായിട്ടുള്ള മുർഷിദായിട്ടുള്ള തൻ്റെ ഗൈഡായിട്ടുള്ള ഖ്വാജ അജ്മീരി പറഞ്ഞാൽ അജ്മീർ ഷെയ്ഖിൻ്റെ ഹിന്ദുസ്ഥാൻ പहुंचनेकी ഇത്തിലാ മിലിത്തോ ഇന്ത്യയിലെത്താനുള്ള നിർദ്ദേശം ലഭിച്ചപ്പോൾ ഇത്തിലാ മിൽന പറഞ്ഞാൽ നിർദ്ദേശം ലഭിക്കുക പहुंचന പറഞ്ഞാൽ എത്തുക ഹിന്ദുസ്ഥാൻ പहुंचनेकी ഇത്തിലാ മിലിത്തോ. അപ്പം തൻ്റെ ഗുരുവായിട്ടുള്ള അജ്മീർ ഷെയ്ഖിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അപ്പോൾ വോ ബി ഹിന്ദുസ്ഥാൻ കെ ലിയ റവാന ഹോ ഗയെ അദ്ദേഹം എന്തായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഹിന്ദുസ്ഥാൻ കെ ലിയ റവാന ഹോ ജാന പറഞ്ഞാൽ പുറപ്പെടുക എന്നർത്ഥം. റവാന യാത്ര ചെയ്യുക അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റവാന ഹോ ജാന റവാന ഹോ ഗയെ എന്നുള്ള അതിൻ്റെ മാവി. അങ്ങനെ ഇന്ത്യയിലേക്കും ഇവർ പുറപ്പെട്ടു. കുച്ച് ദിൻ മുൽത്താൻ മേ രഹനെ കെ ബാദ് ഫിർ ദഹ്ലി ആ ഗയെ. കുറച്ച് ദിവസം മുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനിലുള്ളൊരു സ്ഥലമാണ്. അന്നത്തെ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പം കുറച്ച് ദിവസം മുൽത്താനിൽ നിന്നതിന് ശേഷം അദ്ദേഹം എന്തായി ഡൽഹിയിലേക്ക് പോയി. കുറച്ച് ദിവസം മുൽത്താൻ മേ രഹനേക്കെ ബാദ് മുൽത്താനിൽ താമസിച്ചതിന് ശേഷം പിന്നീട് ദഹ്ലി ആകെ ഡൽഹിയിലേക്ക് എന്തായി വന്നു. ബാദുഷാ ഷംസുദ്ദീൻ ഇൽതുമിഷ് ഉൻകി ബഹുത് ഇസ്സത്ത് കർത്തേ തെ. അന്നത്തെ ഡൽഹി രാജാവായിരുന്ന ആര്
ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന രാജാവ്, മൂപ്പര് ഹസ്രത്ത് ബഖ്തിയാർ കാക്കിനെ നന്നായിട്ട് ആദരിച്ചിരുന്ന ഒരാളായിരുന്നു. ബാദുഷാ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നുള്ള രാജാവ് ഉൻകി ബഹുത് ഇസ്സത്ത് കർത്തേത്തെ, ആരെ, നമ്മുടെ ഹസ്രത്ത് ബഖ്തിയാർ കാക്കിനെ നന്നായിട്ട് ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഉസ്സെ, അദ്ദേഹത്തിന്, അതായത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് രാജാവിന് जब यह मालूम हुआ कि हज़रत बख्तियार काकी दिल्ली तशरीफ़ ला रहे हैं तो वो शहर से बाहर जाकर उनसे ख़ुद मिला और बड़ी इज़्ज़त और मोहब्बत से पेश आया. അങ്ങനെ ഈ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് രാജാവിന് നമ്മുടെ മഹാനായിട്ടുള്ള ഹസ്രത്ത് ബഖ്തിയാർ കാക്കി ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ മൂപ്പര് സ്വന്തം തന്നെ എന്തായി, അവിടേക്ക് പോവുകയും അങ്ങനെ വളരെ സ്നേഹത്തോടെയും ആദരവോടുകൂടെയും ബഖ്തിയാർ കാക്കിനെ എന്തായി സ്വീകരിക്കുകയും അദ്ദേഹത്തോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തു. അതാണ് പറയുന്നത്. ഉസ്സെ, അദ്ദേഹത്തിന് ബാദുഷാ ഷംസുദ്ദീൻ ഇൽത്തുമിഷിന് ജബ് എ മാലൂം ഹുവ, ഇതറിഞ്ഞപ്പോൾ, കെ എന്തെന്നാൽ ഹസരത്ത് ബഖ്തിയാർ കാക്കി ദഹ്ലി തശരീഫ് ലാ രഹേ ഹൈ, ഹസരത്ത് ബഖ്തിയാർ കാക്കി ഡൽഹിയിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, ദഹ്ലി തശരീഫ് ലാ രഹേ പറഞ്ഞാൽ തശരീഫ് ലാന പറഞ്ഞാൽ എന്തർത്ഥം, വരിക എന്നർത്ഥം. അപ്പം ദഹ്ലി തശരീഫ് ലാ രഹേ ഹൈ, ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, അങ്ങനെ അറിഞ്ഞപ്പോൾ വോ ഷഹർസെ, അദ്ദേഹം, ആര്, രാജാവ്, ഷഹർസെ ബാഹർ ജാക്കർ, തൻ്റെ പട്ടണത്തിൽ നിന്നും പുറത്തു പോയിട്ട്, അതായത് തൻ്റെ താനുള്ള സ്ഥലത്തു നിന്നും പുറത്തു പോയിട്ട്, ഉൻസെ ഹൂദ് മില, ബഖ്തിയാർ കാക്കിന് നേരിട്ട് പോയിട്ട് എന്തായി, കണ്ടുമുട്ടി. അവർ ബഡിയ ഇസ്സത്ത് ഓർ മഹബ്ബത്ത് സെ പേഷായി, വളരെ ആദരവോടെയും സ്നേഹത്തോടെയും അദ്ദേഹത്തെ എന്തായി സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് പാരഗ്രാഫ്. ഇതിലിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ മാരിഫയെയും നെക്കിറയെയും എന്താക്കാം, വേർതിരിച്ച് എഴുതുക എന്നുള്ളത്. ഇസ്മ മാരിഫിനെയും ഇസ്മ നെക്കിറയെയും എന്താക്കുക, വേർതിരിച്ച് എഴുതുക. അതിൻ്റെ കുറച്ച് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹസ്രത്ത് ബഖ്തിയാർ കാക്കി, അത് പ്രത്യേകമായിട്ടുള്ള ആ മഹാൻ്റെ പേരാണത്, ഹസ്രത്ത് ബഖ്തിയാർ കാക്കി. അതെന്താണ്, മാരിഫയാണ്. ഓക്കെ, ഇനി മുർഷിദ് എന്നുള്ളത് എന്താണ്, നെക്കിറയാണ്. മുർഷിദ് എന്ന് പറഞ്ഞാൽ ഏത് മുർഷിദിനെ ഉദ്ദേശിക്കാം, മുർഷിദ്. ഇനി ഖാജ അജ്മീരി എന്നുള്ളത് എന്താണ്, മാരിഫയാണ് അല്ലേ, ഖാജ അജ്മീരി. ഇനി ഹിന്ദുസ്ഥാൻ എന്നുള്ളത് മാരിഫയാണ്, പ്രത്യേക നമ്മുടെ ഇന്ത്യക്ക് മാത്രം പറയുന്ന പേരാണ് ഹിന്ദുസ്ഥാൻ. അങ്ങനെ പോയിട്ട് വന്നൊരു, പിന്നെ മുൽത്താൻ എന്നുള്ളത് എന്താണ്, മാരിഫയാണ്. ഇനി ദിൻ, അതിന് മുന്നുള്ള കുച്ചുദ്ദീൻ എന്നുള്ളിടത്ത് ദിൻ, അതെന്താണ്, നെക്കിറയാണ്. പേർ ദഹ്ലി എന്നുള്ളത് മാരിഫയാണ്. ബാദുഷാ എന്നുള്ളത് എന്താണ്, നെക്കിറയാണ്, ബാദുഷാ എന്നുള്ളത്. ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നുള്ളത് മാരിഫയാണ്. അടുത്തത് ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ്, നെക്കിറയാണ്. അപ്പം എന്തൊക്കെയാണെന്ത്, ഇതിലെ മാരിഫയും നെക്കിറയും. അത് നിങ്ങളും പാടെ ഒന്ന് വായിച്ചിട്ട് എന്താക്കാം, ഞാൻ ഏതെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി അടുത്ത ക്ലാസ്സിൽ എഴുതി വരാം. ഓക്കെ, ഇനി एक फ़िक्रा खुद अपने घर और घर वालों के बारे में लिखिए जो नकीरा और मारिफा पर मुश्तमिल हो. തൻ്റെ സ്വന്തത്തെ പറ്റിയും അതുപോലെ തന്നെ സ്വന്തം വീട്ടുകാരെ പറ്റി എന്താക്കുക, ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. 5 വരികളുള്ള പാരഗ്രാഫ് എഴുതിയാൽ മതി, അതിലേറെ ഏറണ്ട കേട്ടോ. 5 വരികളുള്ളൊരു പാരഗ്രാഫ്. പക്ഷേ അതിലെന്തുണ്ടായിരിക്കണം, നെക്കിറയും മാരിഫയും രണ്ടും കൂടി എന്തായിരിക്കണം, കൂടി കലർന്നതായിരിക്കണം. നെക്കിറയും മാരിഫയും വരുന്ന, അങ്ങനത്തെ ഇസ്മുകൾ വരുന്ന ഒരു പാരഗ്രാഫ് എഴുതുക. 5 വരിയിൽ കൂടണ്ട. ഓക്കെ, 3 വരിയിൽ കുറയാനും പാടില്ല, 5 വരിയിൽ കൂടുകയും വേണ്ട. ഇത്തരത്തിൽ സ്വന്തത്തെ പറ്റിയും സ്വന്തം ഫാമിലിനെ പറ്റിയും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതിൽ മാരിഫി നെക്കിറൊക്കെ ഉൾക്കൊള്ളണം എന്നർത്ഥം. അങ്ങനത്തെ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാം. ഇനി മൂന്നാമത്തെ കുറച്ച് ജുംലകൾ എഴുതാണ്. 2 ജുംല ലിഖിയെ ജിൻമേ മുബ്തദ और ഖബർ മാരിഫ ഹോ. 2 ജുംല എഴുതുക, അതിൽ മുബ്തദയും ഖബറും എന്താണ്, മാരിഫ എന്ന് നിൽക്കുന്നതാവുക. 2 ജുംല എഴുതുക. ഇനി അടുത്ത് 2 ജുംല ലിഖിയെ ജിൻമേ മുബ്തദ और ഖബർ നെക്കിറ ഹോ.
മുബ്തദയും ഖബറും രണ്ടും നെക്കിറയാവുന്ന രണ്ട് ജുംലകൾ എഴുതുക. മൂന്നാമത് ദോ ജുംല ലിഖിയ ജിൻമേ മുബ്തദ മാരിഫ ഔർ ഖബർ നെക്കിറ ഹോ, രണ്ട് ജുംല എഴുതുക, അതിലെ മുബ്തദ മാരിഫയും ഖബർ നെക്കിറയുമാകുന്ന രണ്ട് ജുംല എഴുതുക. ഇനി ദോ ജുംല ലിഖിയ ജിൻമേ മുബ്തദ നെക്കിറ ഔർ ഖബർ മാരിഫ ഹോ, മുബ്തദ നെക്കിറയും ഖബർ മാരിഫയുമായിട്ടുള്ള രണ്ട് ജുംല എഴുതുക. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അടുത്ത ക്ലാസ്സിന് എഴുതി വരാം. മനസ്സിലായില്ലേ? ആദ്യത്തെ പാരഗ്രാഫത്തെ കുറച്ച് ഞാൻ പറഞ്ഞെന്ന് അത് കൃത്യമായിട്ട് എഴുതുക. രണ്ടാമത്തെ നിങ്ങളെ സ്വന്തത്തെ പറ്റിയും സ്വന്തം വീട്ടുകാരെ പറ്റിയൊക്കെ എന്താക്കുക, ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. അതിൽ മാരിഫി നെക്കറൊക്കെ വരണം. മൂന്നാമത്തത് ഇത്തരത്തിൽ 1 2 3 4 8 ജുംല എഴുതാണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ഉൾക്കൊള്ളിച്ചാണ്ട് ആ ജുംലയും പൂർത്തിയാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മാരിഫി നെക്കറ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ല ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.